PM ശ്രീയിൽ ഒപ്പുവെച്ച സർക്കാർ നടപടിയിൽ CPM-നെ കുറ്റപ്പെടുത്തിയും മുന്നണി മര്യാദ ഓർമ്മിപ്പിച്ചും CPI മന്ത്രിസഭയെയും ഘടകകക്ഷികളെയും ഇരുട്ടിൽ നിർത്തിയെന്നാരോപിച്ച CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം LDF തിരുത്തലിന് തയ്യാറാകണമെന്ന് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടു. ഇതല്ല LDF-ന്റെ ശൈലി, ഇതാകരുത് LDF-ന്റെ ശൈലി. LDF വാക്കിലും പ്രവൃത്തിയിലും ഇടതുപക്ഷ ജനാധിപത്യ മൂല്യങ്ങളെ, അതിൻ്റെ മര്യാദകളെ, മാന്യതകളെ, രാഷ്ട്രീയ വ്യാപ്തികളെ എല്ലാം ഉൾക്കൊള്ളാൻ കടപ്പെട്ട പക്ഷമാണെന്ന് CPIക്ക് ബോധ്യമുണ്ട്. ആ നിലപാട് CPIക്കുണ്ട്. ഇന്നലെ രാത്രിയിൽ വൈകും വരെ നിങ്ങളെല്ലാം വിളിച്ചപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ഞാൻ പറഞ്ഞത് ഒറ്റ വാചകമാണ്: കേൾക്കുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ അത് മുന്നണി മര്യാദകളുടെ ലംഘനമാണെന്നാണ് അന്ന് ഞാൻ പറഞ്ഞത്. അത് ശരിയായിരുന്നു, ആ വാർത്ത ശരിയായിരുന്നു, ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ആവർത്തിച്ച് CPI പറയുന്നു, ആ ഒപ്പിടൽ മുന്നണി മര്യാദകളുടെ ലംഘനമാണ്. അത്തരം ലംഘനം LDF-ന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. LDF അങ്ങനെയല്ല ഗൗരവമേറിയ പ്രശ്നങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത്. അതല്ല LDF-ന്റെ വഴി. LDF-ന്റെ വഴി ഇടതുപക്ഷ വഴിയാണ്, അതിൻ്റെ വഴി ജനാധിപത്യ വഴിയാണ്. വിവരങ്ങളുമായി K. സ്റ്റെഫിൻ, മാർഷൽ V. സെബാസ്റ്റ്യൻ, TS ഹരീഷ് എന്നിവർ ചേരുന്നുണ്ട്. ആദ്യം സ്റ്റെഫിനിലേക്ക്. സ്റ്റെഫിൻ, വളരെ വലിയ അല്ലെങ്കിൽ ശക്തമായ എതിർപ്പ് CPI വ്യക്തമാക്കിയാണ്. ഈ സമീപകാലത്തൊന്നും അല്ലെങ്കിൽ ഈ സർക്കാരിൻ്റെ കാലത്ത് ഇത്രയും കടുത്തതുള്ള എതിർപ്പ് ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. എന്തൊക്കെയാണ് സർക്കാരിനെതിരെ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ച നിലപാടിനെതിരെ CPI വ്യക്തമാക്കുന്നത്? ബിനോയ് വിശ്വത്തിൽ. ദിവിഷ്, അതായത് ഏതാണ്ട് 1 മണിക്കൂറോളം നീണ്ട വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഭൂരിഭാഗം സമയവും പറയാൻ ശ്രമിച്ചത് PM ശ്രീയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ്. അതിൽ CPI എന്തുകൊണ്ട് ഇത്തരത്തിലൊരു നിലപാടെടുക്കുന്നു എന്നുള്ളത് വ്യക്തമാക്കാൻ വേണ്ടിയാണ് അദ്ദേഹം കൂടുതൽ സമയം ഉപയോഗിച്ചത്. ഒപ്പം തന്നെ മുന്നണി മര്യാദകളുടെ ലംഘനം, അത് എങ്ങനെ എത്തരത്തിൽ നടന്നു, ഈ ഉടമ്പടി ഒപ്പുവെക്കുന്നതിന് മുമ്പ് LDF-ൽ ചർച്ച ചെയ്തില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. എങ്കിൽ പോലും കൃത്യമായൊരു നിലപാടിലേക്ക് CPIക്ക് ഇന്നത്തെ നേതൃയോഗത്തിന് ശേഷവും എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ്. കാരണം എന്താണ് CPI ആവശ്യപ്പെടുന്നത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം ഈ വിഷയത്തിൽ ഒരു ചർച്ച ചെയ്തില്ല എന്നതിനപ്പുറത്തേക്ക് കൂടുതൽ കാര്യങ്ങൾ ഏതായാലും CPIയുടെ സംസ്ഥാന സെക്രട്ടറി ഇപ്പോൾ ഏതായാലും പങ്കുവയ്ക്കുന്നില്ല. 27-ന് ചേരുന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിന് ശേഷം ഒരു നിലപാട് പറയാം എന്ന് മാത്രമാണ് പറഞ്ഞു വെക്കുന്നത്. അദ്ദേഹം അവസാനം പറഞ്ഞു വെച്ചതുപോലെ സംതിങ് ഈസ് റോങ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് PM ശ്രീയുമായി ബന്ധപ്പെട്ട്. അങ്ങനെ എന്തോ ഒരു ആശയക്കുഴപ്പത്തിൽ പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ CPIയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നടന്ന ചർച്ചയിൽ, ഇന്ന് നടന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഏറ്റവും ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്ന ഒരു ധാരണ എന്നുള്ളത് ഇപ്പോൾ ഒരു പെട്ടെന്നൊരു നിലപാടിലേക്ക് പോയി കഴിഞ്ഞാൽ അത് മുന്നണിയെയും അതോടൊപ്പം തന്നെ പാർട്ടിയെയും ബാധിക്കുന്ന വലിയ ഒരു പ്രശ്നമായി അത് മാറും. അതുകൊണ്ട് തന്നെ തൽക്കാലം എടുത്തു ചാടിയ ഒരു നിലപാട് പ്രഖ്യാപനത്തിലേക്ക് അല്ലെങ്കിൽ എടുത്തു ചാടിയ ഒരു തീരുമാനത്തിലേക്ക് പോകേണ്ടതില്ല എന്നൊരു ധാരണയിൽ, പൊതുധാരണയിൽ തന്നെ CPI നേതൃത്വം എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇന്നത്തെ വാർത്താ സമ്മേളനം കഴിയുമ്പോൾ വ്യക്തമാകുന്നത്. 27-ന് എക്സിക്യൂട്ടീവ് യോഗം ഉണ്ട്, ആലപ്പുഴയിൽ വെച്ചാണ് ചേരുന്നത്. ആ ആലപ്പുഴയിൽ വെച്ച് ചേരുന്ന എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഇത് വീണ്ടും ചർച്ചയാകും. പക്ഷേ ആ ചർച്ച കൊണ്ട് എത്രമാത്രം ഇനി CPIക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളൊരു ചോദ്യം അവിടെ ബാക്കി നിൽക്കുകയാണ്. കാരണം ഈ ധാരണാപത്രത്തിൽ ഒപ്പിട്ട് കഴിഞ്ഞു, ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്നുള്ള കാര്യം CPM സംസ്ഥാന സെക്രട്ടറിയും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്ത് ചർച്ചയാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, RSS അജണ്ട നടപ്പാക്കുന്നത് എങ്ങനെയാണ്, അതിലെ ഓരോ ക്ലോസ് എടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി കാര്യങ്ങൾ വിശദീകരിച്ചത്. പക്ഷേ അതിൽ ഇനി ഏതെങ്കിലും തരത്തിൽ മാറ്റം വരുത്താൻ കഴിയും. ഇനി എന്ത് സാധ്യതയാണുള്ളത് എന്നാണ് CPI മുന്നോട്ട് നോക്കുന്നത്.